എടാ മോനെ, അപ്പോൾ ഇതേ അയണിച്ചക്കയുടെ സീസണൊക്കെ തുടങ്ങണം. അപ്പോൾ ഈ ആഴ്ച നമ്മുടെ അയണിച്ചക്ക പറിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നന്നായിട്ട് മാറിയതേ ഉള്ളൂ. അപ്പോൾ ഇത് അയണിയിലോട്ട് ചാടി പിടിച്ച് കയറുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ മരത്തിൽ കയറുന്നതെന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെയൊക്കെയാണ് കയറാറ്. ഞാൻ മരം മുറിക്കാറാണ് പോകാറ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ റിസ്ക് ഒക്കെ എടുത്ത് മരത്തിൽ കയറാറുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരും ഓരോ രീതിയിലൊക്കെയാണ് മരത്തിൽ കയറാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടിട്ടൊന്നും ഒന്നും പറയാൻ നിൽക്കേണ്ട. ഞാൻ എൻ്റെ ഒരു രീതിയിൽ കയറിയതാണ്. അപ്പോൾ ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ കുറേ അയണിച്ചകളൊക്കെ പറിച്ചിട്ട് അപ്പോൾ ഒരുപാട് മരത്തിൽ ഞാൻ കയറി. ഒരുപാട് മരത്തിൽ ഇങ്ങനെ കയറുക, ഇറങ്ങുക, പറിക്കുക, ഇങ്ങനെ കഴിക്കുക. അപ്പോൾ ഓരോ അയണിയിലെ ചക്കയ്ക്കും ഓരോ ടേസ്റ്റാണ്. ഞങ്ങളിവിടെ അയണിച്ചക്ക എന്നാണ് പറയുന്നത്. ഓരോരുത്തർ ആനിച്ചക്ക, അങ്ങനെ അങ്ങനെ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞിലെ മുതൽ ഇതേപോലെയാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയണിച്ചക്കയുടെ സീസൺ ആണെങ്കിൽ മരത്തിൽ കയറി പറിച്ചില്ലെങ്കിൽ ഇത് വരത്തില്ല. ഇപ്പോൾ കിലോയ്ക്ക് 300 രൂപ എന്തൊക്കെയുണ്ട് ഇതിനിപ്പോൾ റേറ്റ് വന്നിട്ട്. അപ്പോൾ ഞങ്ങളും എൻ്റെ ഒരു ചേട്ടനും കൂടെ ആയിട്ടാണ് ഞങ്ങളത് പറിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നന്നായിട്ട് പറിച്ചു. പിന്നീട് ഞാൻ അതിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ട് വയലിലോട്ട് നോക്കിയപ്പോഴാണ് ഒരു കാട്ടിനുള്ളിലായിട്ട് ഒരു തരത്തിൽ ഇതാണ്ട് കുറച്ച് നമ്മുടെ ഇത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പേരയ്ക്ക. അപ്പോൾ ഈ അയണിയുടെ മേളിലൊക്കെ ഇന്ന് താഴോട്ടൊക്കെ നോക്കിയിട്ട് പേരയ്ക്ക എടുക്കാം എന്നുള്ളൊരു പ്ലാനുമായിട്ട് ഞാൻ നേരെ താഴോട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേ മേലെ നിന്ന് താഴോട്ടൊക്കെയുള്ള നല്ല ഉയരമുള്ള ഒരു അയണിയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് നേരെ താഴോട്ട് പോയി വേണ്ട ഈ കാടിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നേരെ നമ്മൾ വേണ്ട ആ നിൽക്കുന്ന നമ്മുടെ പേരയ്ക്ക അങ്ങോട്ട് പറിച്ചു കേട്ടോ. അപ്പോൾ പേരയ്ക്ക പറിച്ച് നേരെ തല്ലിപ്പൊട്ടിച്ച് അതിനെ അങ്ങോട്ട് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്ത് വേറെ ആൾക്കാരൊക്കെ വീണ്ടും വന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ നമുക്ക് അവിടെ ഒരു മുളച്ച് കിടന്ന ഒരു തെങ്ങിൻ്റെ നമ്മുടെ തേങ്ങ കിട്ടി. അപ്പോൾ അതിനുള്ളിലുള്ള പൊങ്ങും പൊട്ടിത്തുന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത് യാത്ര തുടരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ ബൈ.